coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിൻ അടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും ഈ സമയം ടെക്സ്റ്റ് മെസ്സേജായി അയക്കാവുന്നതാണ്. യൂട്യൂബിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലും നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ മെസ്സേജായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ നിയോഗങ്ങളെല്ലാം ആശീർവദിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, നമ്മുടെ ജീവിതങ്ങളോട് അത് ചേർത്ത് തരുവാൻ മതിയായവനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ്. 85-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമുക്ക് വേണ്ട നന്മ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, തൊഴിൽപരമായ ആവശ്യങ്ങൾ, നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, നമുക്ക് വേണ്ട സകല നന്മകളും ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ, ഇത് വെറും ഒരു ബോധ്യമല്ല, ഇതൊരു വെളിപാടാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ സത്യം പ്രകാശിതമായ നമ്മുടെ ടെൻഷൻ മാറി, ആകുലത മാറി, അസ്വസ്ഥ മാറി, നിരാശ മാറി, ദുഃഖം മാറി, നമ്മൾ കർത്താവിൽ ബലപ്പെടുകയാണ്. കർത്താവ് നന്മ തക്ക സമയത്ത് നമുക്ക് പ്രദാനം ചെയ്യും. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? വെളിപാട് പുസ്തകം 22:17 വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. എന്താണ് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ആലോചന? പരിശുദ്ധാത്മ നമ്മൾ വിളിക്കുകയാണ്.
ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 കർത്താവിന്റെ ആത്മാവ് ഈ സമയം വിളിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, കർത്താവിന്റെ വചനത്തിലൂടെ ശക്തിപ്പെടുവാൻ, നമുക്ക് ആവശ്യമായ നന്മകളും കൃപകളും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനായി പരിശുദ്ധാത്മാവും തിരുസഭയും നമ്മളെ വിളിക്കുകയാണ്. വരിക, ആത്മാവിന്റെ ശബ്ദം കേട്ട് ദൈവസന്നിധിയിൽ നമുക്കെല്ലാം അണയാം. നമുക്ക് വേണ്ട എല്ലാ നന്മകളും കർത്താവിന്റെ കരങ്ങളിലുണ്ട്. പലപ്പോഴും എന്നെ ഒരുപാട് ബലപ്പെടുത്തുന്ന ഒരു വെളിപാടാണിത്. നമുക്ക് വേണ്ട സകല നന്മകളും കർത്താവിന്റെ കരങ്ങളിലുണ്ട്. 147 സങ്കീർത്തനം 5 വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എന്താണ് വചനം പറയുന്നത്? നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്, അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. നമ്മുടെ കർത്താവ് ആരാ? കരുത്തുറ്റ വലിയവനായ ദൈവം, ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമാണ് നമ്മുടെ കർത്താവ്. നമ്മൾ എപ്രകാരമുള്ള കർത്താവിനെയാ സേവിക്കുന്നത്? നമ്മൾ എപ്രകാരമുള്ള കർത്താവിനെ ആരാധിക്കുന്നത്? കരുത്തുറ്റ സർവശക്തനും സർവാധിപനുമായ ദൈവത്തെ. നമ്മുടെ കർത്താവ് ഓൾമൈറ്റിയാണ്, ഓൾ സഫിഷ്യന്റ് ഗോഡാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ഏത് ആവശ്യവും നിറവേറ്റുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് ശക്തിയുള്ളവനും അവൻ പ്രവൃത്തികളിൽ ബലവാനുമാണ്. ഈ സത്യം മനസ്സിലാക്കി ഇന്നോളം ദൈവം നടത്തിയ എല്ലാ വഴികളെ ഓർത്ത്, ദൈവപരിപാലനയുടെ നാളുകളെ ഓർത്ത്, കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും ദുഃഖ ദുരിതങ്ങളുടെ നടുവിൽ എന്തുമാത്രം വിശ്വസ്തയോടെ കർത്താവ് നമ്മളെ പരിപാലിച്ചു, കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. യാതൊരുവിധ കേടും പറ്റാതെ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പോറ്റി പുലർത്തിയില്ലേ? ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, നൽകിയ നന്മകളെ ഓർത്ത്, അനുഗ്രഹിച്ച നിമിഷങ്ങളെ ഓർത്ത്, പരിപാലിച്ച സാഹചര്യങ്ങളെ ഓർത്ത്, വഴി നടത്തിയ ഓരോ സംഭവത്തെ ഓർത്ത് കർത്താവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി, നന്ദി. ചങ്ക് തുറന്ന് സ്വരമുയർത്തി ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, നന്ദി കർത്താവേ. എല്ലാ നന്മകൾക്കായി ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ തലമുറകളിലേക്ക് വരണമേ, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് വരണമേ. കർത്താവ്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് വരണമേ. അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക, 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 വരിക. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ. ദൈവത്തിന്റെ ആലോചനയായി, ദൈവകൃപയായി, ദൈവശക്തിയായി പരിശുദ്ധാത്മാവേ വരണമേ. Come Holy Spirit. നമ്മൾ ഒരുമിച്ച് ആനന്ദത്തോടൊരു മനസ്സോടെ ആത്മാവിൽ നിറഞ്ഞ് പാടി പാടി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയം, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. എല്ലാം മറന്ന് ആനന്ദത്തോടെ പാടാം. ഈശോ, ഈശോ. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്. ആ ബോധ്യത്തോടെ പാടിയേ. ആമേൻ, ആമേൻ. ഗ്ലോറി. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനം. കർത്താവ്, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. യെസ് ലോർഡ്. പ്രാപിക്കാം വിശ്വാസത്താലേ നമുക്ക്, ആനന്ദിക്കാം ആത്മാവിൻ ആഴങ്ങളിൽ. പ്രാപിക്കാം
ആത്മാവിനാഴങ്ങളെ വാഗ്ദത്തം ചെയ്ത ദൈവം എന്നോടൊപ്പമുണ്ടല്ലോ. കുന്നുകളും മലകളും പ്രയാസം എന്നെ കേറിയിടും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. ആ ബോധ്യത്തോടെ പാടിയേ. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. കൃപ തരണമേ, കൃപ തരണമേ, അഭിഷേകം തരണമേ. സ്വർഗത്തിൽ ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഈ ഒരു വലിയ തിരിച്ചറിവോടെ കർത്താവേ, നീയാണ് നിർത്തിയത്, ഞങ്ങൾ നിന്നതല്ല, അങ്ങാണ് നിർത്തിയത്. ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. നടത്തിയ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പാടുക. സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ആഗ്രഹിച്ച് കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, അഭിഷേകം തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, സമൂഹങ്ങളെ ഇവിടുത്തെ അഭിഷേകത്താൽ പൂരിതമാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി, സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു. കർത്താവിന്റെ നാമം വിളിക്കുക, യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, രോഗശാന്തികൾ, തെളിവുണ്ടാകട്ടെ, മാനസാന്തരങ്ങൾ വെളിപ്പെടട്ടെ, കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാം കൊണ്ട് വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളിലേക്ക് കർത്താവേ കൃപ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവശക്തി വർഷിക്കണമേ, ദൈവ സാന്നിധ്യം പകരണമേ. ഓരോ ആവശ്യത്തെയും കരം നീട്ടി അനുഗ്രഹിക്കണമേ. പൈശാചിക വ്യാപാരങ്ങളെ, ഇരുട്ടിന്റെ ശക്തികളെ, ദുർഭൂത സേനകളെ, അന്ധകാര ആധിപത്യ അധികാര ശക്തികളെ കർത്താവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുന്നു. I bind all the spirit in the name of Jesus. Hallelujah, hallelujah, hallelujah. കൃപ വർഷിക്കണമേ, കൃപ പകരണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി പകരണമേ. ഈശോയെ, 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 സ്നേഹത്തോടെ വിളിച്ച് ഈശോയെ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. ആമേൻ. വിശ്വസിക്കുന്നു. എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട സകല നന്മകളും അവിടുത്തെ കരങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങാണ് ഞങ്ങളുടെ ഏക സാധ്യത. കർത്താവേ, അവിടുന്ന് വിശ്വസ്തയോടെ ഞങ്ങളെ പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഇന്നത്തെ ശുശ്രൂഷകൾക്കായി, ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മയോടൊപ്പം അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ വാത്സല്യം സ്വന്തമാക്കി ആ കരങ്ങൾ പിടിച്ച് സ്നേഹത്തോടെ പാടിക്കേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ,
മരിയേ. ആവേ ആവേ. അമ്മ മാതാവേ, അമ്മ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമലേ അമലേ മരിയേ, അമലേ അമലേ ആമേൻ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ നിർമ്മലമായ വചനം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണ്. നമ്മുടെ ആശങ്കകൾക്കും ആകുലതകൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കും നീറുന്ന പ്രശ്നങ്ങൾക്കും തൻ്റെ വചനത്തിലൂടെ കർത്താവ് ഉത്തരം നൽകുന്ന നിമിഷങ്ങളാണിത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവീക ആലോചന, അവസരങ്ങൾ നൽകുന്നത് മനുഷ്യരല്ല, ദൈവമായ കർത്താവാണ്. ദൈവമാണ് നമുക്ക് അവസരങ്ങൾ നൽകുന്നത്. ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ വളരെ നിരാശയിലും ദുഃഖത്തിലും വേദനയിലും കഷ്ടതയിലുമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ഇതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിൽ കഴിയേണ്ടവളായിരുന്നു ഞാൻ, എന്നാൽ എൻ്റെ അവസരങ്ങൾ അവർ മുടക്കിക്കളഞ്ഞു. എൻ്റെ ഈ ദുരിതത്തിന് കാരണം ഇന്നവരാണ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കും വേദനകൾക്കും കാരണം ഇന്ന വ്യക്തികളാണ് എന്ന് ജീവിതത്തിൽ വിലപിച്ചുകൊണ്ടും പിറുപിറുത്തുകൊണ്ടും കഴിയുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പലരുമായി സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. അനേകരുടെ വേദനയ്ക്കും ദുഃഖത്തിൻ്റെയും കാരണം ദൈവത്തിൽ അവർക്ക് പ്രത്യാശ വയ്ക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് അവർ വിലപിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ കുടുംബത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നതിന് കാരണം ഒരിക്കൽ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പൻ ഒരുത്തനാണ് എൻ്റെ ഈ കുടുംബജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ആലോചനകൾ എനിക്ക് വന്നതായിരുന്നു, അപ്പൻ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഈ മനുഷ്യനെ എനിക്കായിട്ട് തെരഞ്ഞെടുത്തു. നല്ല നല്ല അവസരങ്ങൾ എനിക്ക് ലഭിച്ചതാണ്, അതൊന്നും എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇന്ന് എൻ്റെ ജീവിതം ഇതുപോലെ ആയതിൻ്റെ കാരണം എൻ്റെ അപ്പൻ ഒരുത്തനാണ്. അപ്പനോട് സ്നേഹിക്കാൻ പറ്റുന്നില്ല, അപ്പനോട് ക്ഷമിക്കാൻ പറ്റാത്ത 12 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും എന്നിട്ട് ആ സഹോദരി ഇന്ന് വേദനയിലും ദുരിതത്തിലും നിരാശയിലുമാണ്. തൻ്റെ കുടുംബജീവിതത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. മറ്റു ചിലർ പറയാറുണ്ട്, എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, നല്ല വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, അതിനുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് എത്ര മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് ഉയരാമായിരുന്നു. ഞാൻ ഇങ്ങനെ കഴിയേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ കഴിയേണ്ടവളല്ല, എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയില്ല, അവസരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇന്ന് ഇതുപോലെ ആയിത്തീർന്നത്. ഇങ്ങനെ വിലപിക്കുന്ന അനേകം ജീവിതങ്ങൾ. എൻ്റെ അധികാരികള് എൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയില്ല, എൻ്റെ കൂടെയുള്ളവരെ എൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞില്ല, അവര് എൻ്റെ അവസരങ്ങളെ മുടക്കിക്കളഞ്ഞു, അവരത് നിഷേധിച്ചു, എനിക്ക് ചാൻസ് കിട്ടിയില്ല. എനിക്ക് പകരം മറ്റു പലർക്ക് അവർ അവസരങ്ങൾ കൊടുത്തു, അവരൊക്കെ വളർന്നു. ഞാൻ ഇന്ന് ഇതുപോലെയായി. എൻ്റെ കൂടെയുള്ളവരാണ്, എൻ്റെ അധികാരികളാണ്, എൻ്റെ ഓഫീസിലുള്ളവരാണ്, എൻ്റെ തൊഴിൽശാലയിലുള്ളവരാണ്, എൻ്റെ വീട്ടിലുള്ളവരാണ്, എൻ്റെ ക്യാമ്പസിലുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് അനേകരെ അവരാണ് ഇവരാണെന്ന് പറഞ്ഞ് ജീവിതം നരകതുല്യമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. അവസരങ്ങൾ നൽകുന്നത് മനുഷ്യരല്ല, ദൈവമാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമുക്ക് പരിഭവങ്ങൾ വേണ്ട. ഇന്ന വ്യക്തി കാരണം
ഞാൻ ഇന്ന് ദുരിതത്തിലായിരിക്കുന്നത്. ഈ വ്യക്തി കാരണമാണ് എൻ്റെ ജീവിതം ഇതുപോലെ നരകതുല്യമായത്. എനിക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ഇല്ലാതെ പോയത്. എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്നെ വളർത്തിയില്ല. എൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നൊക്കെ വിലപിക്കുന്ന എത്ര ജീവിതങ്ങളുണ്ട്. 75-ാം സങ്കീർത്തനം 6-7 വചനങ്ങളിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് ആലോചന തരികയാണ്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. ദൈവമാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത്. നമ്മൾ ഉയർത്തുന്നത് ദൈവമായ കർത്താവാണ്. നമുക്ക് ഉയർച്ച തരുന്നത് ദൈവമാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ ഇന്ന് ഈ നിലയിലാവാൻ കാരണം ഇന്ന വ്യക്തി കാരണം. ആ വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിച്ചത് കൊണ്ട് ആ വ്യക്തിയല്ല. ആ വ്യക്തി വെറും ഒരു മുഖാന്തിരമാകുന്നു. പ്രവർത്തിച്ചത് ദൈവമായ കർത്താവാണ്. നമ്മുടെ എല്ലാ ഉയർച്ചകളുടെയും അടിസ്ഥാനം കർത്താവാണ്. ദൈവമാണ് ഒരു വ്യക്തി ഉയർത്തുന്നത്. ദൈവമാണ് അവസരങ്ങൾ തരുന്നത്. ദൈവമാണ് സാധ്യതകൾ തരുന്നത്. ദൈവമാണ് അതിനു വേണ്ട വാതിലുകളെല്ലാം തുറന്നു തരുന്നത്. ഈ ഒരു ദൈവാശ്രയ ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. വ്യക്തികളോ സാഹചര്യങ്ങളോ അനുഭവ സമ്പന്നതയോ ഒന്നുമല്ല നമ്മൾ ഉയർത്തുന്നത്. ദൈവത്തെ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ശരണപ്പെടുവാൻ, ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടോ, ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല. പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലും കർത്താവിന്റെ കരം നമ്മളെ വീറോടെ ഉയർത്തി നിർത്തും, ബലത്തോടെ നിർത്തും. അപ്പോസ്തലനായ പത്രോസ് സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. അവിടെ എന്താ പരിശുദ്ധാത്മ നമുക്ക് തരുന്ന ആലോചന? ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്ര മനോഹരമായ വചനമാണ്. നമ്മൾ അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള വചനമല്ല ഇത്. നമ്മുടെ കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ നമ്മൾ താഴ്മയോടെ നിന്നാൽ മതി. തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും. ദൈവം നൽകുന്ന അവസരങ്ങളെ നമ്മളിൽ നിന്ന് തട്ടിമാറ്റാൻ ആർക്കും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വെളിപാട് നമ്മുടെ അകത്തുണ്ടാകണം. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ, ദൈവം നമുക്ക് തരുന്ന സാധ്യതകളെ, ദൈവം നമുക്ക് തരുന്ന ഉയർച്ചകളെ നമ്മിൽ നിന്ന് തട്ടിയെടുക്കുവാനോ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുവാനോ ഈ ലോകത്തിലെ 730 കോടി ജനത്തിൽ ഒരു വ്യക്തിക്ക് പോലും സാധ്യമല്ല. അത് ദൈവം തന്നെ വിചാരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്തിനാ പരിവപ്പെടണേ? ആ വ്യക്തിയാണ് എൻ്റെ നാശത്തിന് കാരണം, ഈ വ്യക്തിയാണ് എൻ്റെ തകർച്ചയ്ക്ക് കാരണം, അവൻ ഒരുത്തനാണ് എൻ്റെ ജീവിതം തകർത്തത്, അവൾ ഒരുത്തിയാണ് എന്നെ ഈ വിധം ആക്കി തീർത്തത്. ആര് പറഞ്ഞു? പിശാച് പറയുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിന്റെ ആശ്രയത്വം ദൈവമായ കർത്താവിലാണോ? അസ്വസ്ഥപ്പെടേണ്ട. തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്നൊരു സമയം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നമുക്ക് വിജയം തരുന്നൊരു സമയം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നമ്മളെ മാനിക്കുന്ന ഒരു സമയം കർത്താവിന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ 15-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ശുശ്രൂഷയുടെ ആരംഭ നാളുകൾ ഒരുപാട് കണ്ണുനീരിൻ്റെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും നാളുകളായിരുന്നു. ഒരുപാട് വർഷങ്ങൾ കർത്താവ് ഈ ഒരു അനുഭവത്തിലൂടെ നയിച്ചു. അതൊരു ഫോർമേഷൻ ആയിരുന്നു. നമ്മൾ മെച്ചുവറാക്കാൻ, പക്വതയുള്ളവരാക്കാൻ, നമ്മൾ ആത്മാവിൻ്റെ നിറവും ശക്തിയും കൃപയുമുള്ളവരാക്കാൻ ദൈവം ചില അവസരങ്ങൾ നമുക്കായിട്ട് അനുവദിക്കും. പ്രായക്കുറവിന്റെ പേരിൽ, ഒരു ജൂനിയർ എന്നുള്ള പേരിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ
വചനപ്രഘോഷണം അതിനോട് ചെല്ലുന്ന സമയത്ത് പ്രായക്കുറവിന്റെ പേരിൽ എൻ്റെ രൂപമൊക്കെ കാണുമ്പോൾ പലരും ഈ പയ്യനാണോ ഈ വ്യക്തിയാണോ സുവിശേഷം പറയാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞ് ഉണ്ടായ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് അവസരം തരാതെ ഇറക്കിവിട്ട പല അനുഭവങ്ങളും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അന്നൊക്കെ പലപ്പോഴും ചിലപ്പോൾ വേദനിച്ചിട്ടുണ്ട്, മനസ്സ് തകർന്നിട്ടുണ്ട്. ഒരു കാര്യം കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തി, കർത്താവിനൊരു സമയമുണ്ട് നമ്മളെ മാനിച്ചുയർത്തുവാൻ, നമ്മളെ വളർത്തി വലുതാക്കുവാൻ. നമുക്ക് അവസരങ്ങൾ നൽകി നമ്മുടെ വിശ്വസ്തതയെ ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഒരു സമയമുണ്ട്. ഇതാണ് വിശുദ്ധ പത്രോസ് ഇപ്പോൾ പറയുന്നത്, നീ താഴ്മയോടെ നിൽക്ക്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ തക്ക സമയത്ത് എൻ്റെ സഹോദര സഹോദരി നിന്നെ ഉയർത്തുന്ന അഭിഷേകം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പിന്നെ എന്തിനാ ഭാരപ്പെടണേ, എന്തിനാ പ്രയാസപ്പെടണേ? ഞാൻ ഓർക്കുകയാണ് 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ സഭയെ ശക്തമായി ഉണർത്താൻ ദൈവം ഉപയോഗിച്ചൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് പ്രത്യേകം നിയോഗിച്ച ഒരു കുറുകിയ മനുഷ്യൻ, 2.5-3 അടി മാക്സിമം ഉയരം വരും, വളരെ വളരെ കുറുകിയ, കണ്ടു കഴിഞ്ഞാൽ ഭയം തോന്നുന്ന വികൃത രൂപമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ പ്രിൻസ് എന്നായിരുന്നു. സ്റ്റീഫൻ പ്രിൻസ്. ഇദ്ദേഹം നല്ല ദൈവാശ്രയ ബോധമുള്ളവനാണ്. കർത്താവിന്റെ വേല ചെയ്യാൻ, കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ, ധീരതയോടെ കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷ്യം നൽകുവാൻ സമർപ്പണം ചെയ്ത ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം ആ നാളുകളിലുള്ള പല മിനിസ്ട്രികളിലും ജോയിൻ ചെയ്ത് കർത്താവിനെ സാക്ഷ്യം നൽകാനായിട്ട് ആഗ്രഹിച്ചു. ഇദ്ദേഹത്തിന്റെ രൂപവും ഭാവവും കണ്ടപ്പോൾ ആരും ഇദ്ദേഹത്തെ ടീമിലേക്ക് എടുത്തില്ല. എല്ലാവരും അവിടെ നിന്ന് ആട്ടിയിറക്കി വിടുകയാണ്. അനേകം മനുഷ്യർ ഇദ്ദേഹത്തിന് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. നിനക്കിവിടെ ചാൻസ് ഇല്ല, നിനക്കിവിടെ അവസരമില്ല, നീ പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും ഈ സ്റ്റീഫൻ പ്രിൻസിനെ ആട്ടിവിടുകയാണ്. അങ്ങനെ അദ്ദേഹം മറ്റൊരു മിനിസ്ട്രിയിലെത്തി. ആ മിനിസ്ട്രി ലീഡറിന് ഇദ്ദേഹത്തോട് എന്തൊരു കമ്പാഷൻ തോന്നി. ഇദ്ദേഹത്തിന്റെ അതീഷ്ണതയും സമർപ്പണമൊക്കെ കണ്ടപ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവ പൈതലായി ഇദ്ദേഹം മാറുമെന്ന് ആ മിഷണറിക്ക് ബോധ്യമായി. അദ്ദേഹം തന്നെ ടീമിലേക്ക് ഇദ്ദേഹത്തെ എടുത്തു. ഒരു കാര്യം പറഞ്ഞു, നീ പബ്ലിക്കിന്റെ മുൻപിൽ വരരുത്, എന്റെ അനുവാദമില്ലാതെ നീ പുറത്തു വരരുത്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. മിഷണറിമാരുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ദൗത്യം സ്റ്റീഫൻ പ്രിൻസിനെ ഏൽപ്പിക്കുകയാണ്. ഒരു ഇരുട്ടറയാണ് കൊടുത്തിരിക്കുന്നത്, ധാരാളം ഷൂകളുണ്ട്. ഈ ഷൂസ് എല്ലാം പോളിഷ് ചെയ്യണം. സ്റ്റീഫൻ പ്രിൻസ് എന്ന് പറയുന്ന ഈ കുറുകിയ മനുഷ്യൻ, 2.5 അടി മാത്രം ഉയരമുള്ള വിരൂപനായ മനുഷ്യൻ, പരിഭവങ്ങളില്ലാതെ, പിറുപിറുപ്പുകളില്ലാതെ, പരാതികളില്ലാതെ തന്നെ വിശ്വസ്തയുടെ വരമേൽപ്പിച്ചിരിക്കുന്ന ജോലി സമർപ്പണ ബോധത്തോടെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും തകർച്ചകൾക്കുള്ള കാരണം എന്താണെന്നറിയോ? നമുക്ക് പലതിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല, സമർപ്പണ ബോധമില്ല. പലപ്പോഴും നമുക്ക് ദൈവാശ്രയത നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും കർത്താവിനെ നോക്കേണ്ടതിന് പകരം പല വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുന്നു, പല സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നു, പ്രതിസന്ധികളിലേക്ക് നോക്കുന്നു. സ്വയം ഭാരപ്പെട്ട് നിരാശപ്പെട്ട് വേദനയോടെ നീറി കഴിയുകയാണ് നമ്മള്. നമ്മുടെ ഒരു തകർച്ചയുടെ കാരണം ഇതാ പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്റ്റീഫൻ പ്രിൻസ് നല്ല ദൈവാശ്രയത്വമുള്ളവനായിരുന്നു. കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ആ ദൈവമനുഷ്യൻ വിശ്വസ്തയോടെ ഈ ഷൂ ഇങ്ങനെ പോളിഷ് ചെയ്യുക. സംഭവിച്ച എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ കർത്താവിന്റെ ഷൂസാണ് ഞാൻ പോളിഷ് ചെയ്യണമെന്ന് ചിന്തിച്ച് ആ പോളിഷ് ചെയ്യുന്ന ജോലി വളരെ സ്നേഹത്തോടെ, ഭവ്യതയോടെ, വിശ്വസ്തയോടെ നിർവഹിക്കുകയാണ്. 16 വർഷങ്ങൾ കടന്നുപോയി. ഈ 16 വർഷവും അദ്ദേഹം വേദപുസ്തകം പല പ്രാവശ്യവും വായിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പല പ്രാവശ്യവും പരിശുദ്ധാത്മ നിറവിൽ ആനന്ദത്തോടെ അഭിഷേകത്തോടെ വേദപുസ്തകം വായിച്ച് 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 ആത്മശക്തി പ്രാപിക്കുകയാണ്.
16 വർഷങ്ങൾക്ക് ശേഷം ഇവിടെയാണ് അപ്പോസ്തലൻ പറഞ്ഞ വചനത്തിന് പ്രാധാന്യം വരുന്നത്. തക്ക സമയത്ത് ദൈവം നിനക്ക് അവസരങ്ങൾ തരും. ആ അവസരങ്ങളെ ചവിട്ടി മാറ്റാൻ, ആ അവസരങ്ങളെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ആഴമേറിയ ബോധ്യം നമ്മുടെ അകത്തെപ്പോഴും ഉണ്ടാകണം. സംഭവിച്ചത്, ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ മിനിസ്ട്രിയുടെ ഹെഡ്, ആ മിഷണറി, 10,000 പങ്കെടുക്കുന്ന വലിയൊരു ബൈബിൾ ക്രൂസേഡ്, വലിയൊരു ബൈബിൾ കൺവെൻഷൻ ഇംഗ്ലണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ സുവിശേഷം പ്രസംഗിക്കാൻ വരുന്ന അമേരിക്കയിലുള്ള ഒരു മിഷണറിയാണ്. ആ കാലഘട്ടത്തിൽ പേര് കേട്ട വളരെ ലോക പ്രശസ്തനായൊരു മിഷണറി. അദ്ദേഹത്തിന് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇംഗ്ലണ്ടിന്റെ പല ദിക്കുകളിൽ നിന്നും, അയർലൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെ ആയിരങ്ങള് കടന്നു വരികയാണ്. കൺവെൻഷൻ തുടങ്ങേണ്ടതിന്റെ തലേ രാത്രിയിലെ അമേരിക്കയിലെ മിഷണറി ഈ കൺവെൻഷൻ ഓർഗനൈസ് ചെയ്ത മിഷൻ ലീഡറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവൻ അനുവദിക്കുന്നില്ല ഈ കൺവെൻഷനിൽ കടന്നു വരാൻ, കർത്താവിനെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് പ്ലീസ് എന്നോട് ക്ഷമിക്കണം, ഈ കൺവെൻഷനിൽ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഉടനെ ഈ കൺവെൻഷൻ ഓർഗനൈസ് ചെയ്ത മിഷണറി ഞെട്ടിപ്പോയി. 10,000 കാത്തിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി കൺവെൻഷൻ ആരംഭിക്കേ വേണ്ടോ? വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു വ്യക്തിയെ എങ്ങനെ പെട്ടെന്ന് ക്രമീകരിക്കാൻ പറ്റും? അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു, പ്ലീസ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ അപമാനിക്കരുത്, ഇംഗ്ലണ്ടിലോട്ട് വരണം, ജനത്തോട് കർത്താവിന്റെ ദൂത് അറിയിക്കണം. അമേരിക്കൻ മിഷണറി പറഞ്ഞു, കർത്താവിനെ അനുവദിക്കുന്നില്ല, കർത്താവിനെ അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അനുവദിക്കാത്തത്? 16 വർഷക്കാലം അനേക അവസരങ്ങൾ നിഷേധിച്ചു, അനേക അവസരങ്ങൾ ചവിട്ടിക്കളഞ്ഞു. എന്നാൽ പിറുപിറുപ്പില്ലാതെ, പരാതികളില്ലാതെ, വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്ത തന്റെ പ്രിയപ്പെട്ട ദാസൻ സ്റ്റീഫൻ പ്രിൻസിനെ ഉയർത്തുന്ന ദിവസമാക്കി ആ ദിനത്തെ കർത്താവ് മാറ്റുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, വെച്ചുകെട്ടി പറയുന്ന ഒരു കഥയല്ല ഇത്. നമ്മയൊക്കെ ഉയർത്തുന്നൊരു ദിവസം, നമ്മുടെ സത്യസന്ധതയും നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ സമർപ്പണവും ലോകത്തിന്റെ മുൻപിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഉടനെ ഈ മിഷൻ ലീഡർ ശബ്ദം കേൾക്കുകയാണ്, നീ അസ്വസ്ഥനാകേണ്ട, അമേരിക്കയിലെ മിഷണറിയെ ബ്ലോക്ക് ചെയ്തത് ഞാൻ തന്നെയാണ്. ഇതിന് പുറകിൽ എനിക്ക് വലിയൊരു പദ്ധതിയുണ്ട്. ആകെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആദ്യമായി അനുവാദമില്ലാതെ ആ ഇരുട്ടറയിൽ നിന്ന് സ്റ്റീഫൻ പ്രിൻസ് പുറത്തു വരികയാണ്. അദ്ദേഹം ചോദിച്ചു, സാർ അങ്ങ് എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? ഉടനെ ഈ മിഷൻ ഹെഡ് കാര്യങ്ങളെല്ലാം വിവരിച്ചു. വലിയൊരു പ്രതിസന്ധിയിലാണ്, ജനം മുഴുവൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, കൺവെൻഷൻ തുടങ്ങാൻ ഇനി അധികം സമയമില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്റ്റീഫൻ പ്രിൻസ് പറഞ്ഞു, കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വന്നിരിക്കുന്ന ജനത്തോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം, ഞാൻ ദൈവത്തിന്റെ ആലോചന അറിയിക്കാം. ഇത് കേട്ട നിമിഷത്തില് മിഷൻ ഹെഡ് ഞെട്ടിപ്പോയി. അദ്ദേഹം പരിഹസിച്ച് സ്റ്റീഫൻ പ്രിൻസിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു 2.5 അടി ഉയരമുള്ള, അതും ഷൂ പോളിഷ് ചെയ്യുന്ന നീ 10,000 സുവിശേഷം പ്രസംഗിക്കേ, എന്ത് മണ്ടത്തരാ നീ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപഹസിക്കുന്ന സമയത്ത് ഈ മിഷൻ ഹെഡ് കർത്താവിന്റെ ശബ്ദം കേൾക്കുക, കർത്താവിന്റെ ശബ്ദം കേൾക്കുക. എന്റെ ദാസനായ സ്റ്റീഫൻ പ്രിൻസിനെ എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ മാനിച്ചുയർത്തുന്ന കൃപയുടെ ദിവസമാണിന്ന്. അമേരിക്കൻ മിഷണറിയെ ഞാൻ തടസ്സപ്പെടുത്തിയത് എന്റെ ദാസനോട് ശുശ്രൂഷ ചെയ്യുവാൻ നീ ആവശ്യപ്പെടുക. ഈ മിഷൻ കേട്ട് ദൈവസ്വരത്തിന് മുമ്പിൽ അദ്ദേഹം സറണ്ടറായി. ഈ 2.5 അടി പൊക്കമടി മനുഷ്യൻ എവിടുന്ന് കോട്ട് കിട്ടാനോ, പക്ഷെ കോട്ടൊക്കെ ഒരുമാതിരി സംഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെയോ രൂപപ്പെടുത്തി. സ്റ്റീഫൻ പ്രിൻസ്, നിങ്ങൾ ചിന്തിച്ചത്, വേദപുസ്തകവുമായി അദ്ദേഹം
കർത്താവിന്റെ ശക്തമായ സുവിശേഷം പ്രഘോഷിക്കാൻ ആ സ്റ്റേജിലോട്ട് കയറി വരികയാണ്. ഇദ്ദേഹത്തെ കണ്ട മാത്രം ജനം മുഴുവൻ അസ്വസ്ഥരായി. ഏതാണ് ഈ മനുഷ്യൻ? ഇദ്ദേഹത്തെ കേൾക്കാനാണോ വന്നിരിക്കുന്നത്? എന്നാൽ ആ പ്ലാറ്റ്ഫോമിൽ കയറി പരിശുദ്ധാത്മാവിന്റെ നിറവിലും ശക്തിയിലും അദ്ദേഹം ഹല്ലേലൂയ പറഞ്ഞ് തന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഗ്യൂൻ മാളിലേക്ക് ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ കൂടി വന്നിരിക്കുന്ന 10,000ങ്ങളിൽ അതിശക്തിയോടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. അനേകം മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നു, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ജനം കൂട്ടം കൂട്ടമായി തങ്ങളുടെ പാപങ്ങൾ പൊട്ടിക്കരഞ്ഞ് ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുന്നു. സ്റ്റീഫൻ പ്രിൻസിനെ പ്രസംഗിക്കേണ്ടി വന്നില്ല. പരിശുദ്ധാത്മാവ് എല്ലാം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കിതൊന്നും കാണാൻ മേലേന്ന് പറഞ്ഞുകൊണ്ട് ആ മിഷൻ ഹെഡ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ ഏറ്റവും പുറകിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മേലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇറങ്ങി വന്നു. ആത്മശക്തിയുടെ വ്യാപാരത്താൽ അദ്ദേഹം നിറയപ്പെടുകയാണ്. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ജനം നിലത്ത് കിടന്ന് പാപബോധത്താൽ, അതിശയോക്തി പറയല്ലോ, ഇത് ചരിത്രമാണ്, നിലത്ത് കിടന്ന് ഉരുണ്ട് കർത്താവേ പാപിയാണേ പാപിയാണേ തങ്ങൾ ചെയ്ത അപരാധങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുകയാണ്. ആഴമേറിയ മാനസാന്തരങ്ങൾ വെളിപ്പെട്ടു. സാത്താൻ കോട്ടകൾ തകർന്നു വീണു. പൈശാചിക പിടികൾ പൊട്ടിപ്പോയി. എത്രയെത്രയോ ജീവിതങ്ങള് തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു. ഈ മിഷൻ ഹെഡ് ഓടി വന്ന് അതിനുശേഷം സ്റ്റീഫൻ പ്രിൻസിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മൈ സൺ, എന്റെ മകനെ, നിന്നിൽ ഇത്രമാത്രം കൃപാവരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. സ്റ്റീഫൻ പ്രിൻസും ഇദ്ദേഹം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന്റെ ആ ഉയരമില്ലായ്മയും വിരൂപരൂപവും ഒക്കെ കണ്ട് ഇദ്ദേഹത്തിന് ലഭിക്കേണ്ട അവസരങ്ങൾ അനേകരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇവിടെ വേണ്ട, ഇവിടെ ആവശ്യമില്ല, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, നിന്നെ പോലെ ഒരുത്തനോ എന്നൊക്കെ പറഞ്ഞ് അനേകരെ അദ്ദേഹത്തെ അപമാനിച്ചിറക്കി വിട്ടു, കളിയാക്കി വിട്ടു, അപഹസിച്ചു. എന്നാൽ തന്റെ കർത്താവിനോടുള്ള ആശ്രയത്വവും തന്നെ വിളിച്ചവനായ കർത്താവിനോടുള്ള തന്റെ വിശ്വസ്തതയും ദൈവം അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കർത്താവ് ഇതെല്ലാം ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്. തക്ക സമയത്ത് ഇതാ തന്റെ ദാസനെ ദൈവം ഉയർത്തി. ഇതുപോലൊരു ഗ്ലോറിയസ് ഡേ നമ്മെക്കുറിച്ചും കർത്താവിന്റെ കരങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന്റെ വചനവുമായി നിങ്ങളെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പലരും അത് മനഃപൂർവമല്ല. 16-17 വയസ്സുള്ള ഒരു ടീനേജർ സുവിശേഷം പറയുമ്പോൾ അതിൽ പക്വതയുണ്ടാവുമോ, അപാകതയുണ്ടാകുമോ, വിശ്വാസത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള ആശങ്ക മൂലമാണ് അവർ ഈ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് ശേഷം ആരൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അവര് തന്നെ വീണ്ടും വിളിച്ച് അതിനേക്കാൾ എത്രയോ വലിയ അവസരങ്ങൾ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനായി അവരിലൂടെ ദൈവം ഒരുക്കി. പലപ്പോഴും കണ്ണുനീരോടുകൂടിയാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഓർക്കാറ്. ഇതുപോലെ അവസരം നിഷേധിക്കപ്പെട്ട, എന്നാൽ ദൈവം ഉയർത്തിയ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ മധുര ഗായകനായ, ഇസ്രായേലിന്റെ രാജാവായ ദാവീദാണ്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ദൈവം സാവൂളിനെ തെരഞ്ഞെടുത്തു. എന്നാൽ സാവൂൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. തൻ്റെ പ്രതാപവും തൻ്റെ അധികാരവും നിലനിർത്താൻ വേണ്ടി അവൻ ദൈവത്തെ അവഗണിക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകളോട് അവിശ്വസ്തത പുലർത്തി. തന്മൂലം എന്താ സംഭവിച്ചത്? സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15-ാം അധ്യായം 10-11 വചനങ്ങളിൽ കർത്താവ് ഇപ്രകാരം സാമുവേലിനോട് പറയുകയാണ്, സാമുവേൽ, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുകയാണ്, കരയുകയാണ്. കർത്താവിന്റെ വേദന തന്റെ പ്രവാചകനോട്
കർത്താവ് പങ്കുവെക്കുകയാണ്. ഇതിനുശേഷം ദൈവം പറഞ്ഞു, സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വചനം, സാധിക്കുന്ന എല്ലാവരും ആ വചനം ഒരുമിച്ച് വായിക്കുക. എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവ് ദാവീദിനെ അപ്പോയിന്റ് ചെയ്യുകയാണ്, സാവൂളിനെ റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം അവന്റെ അവിശ്വസ്തത. കർത്താവിന്റെ ഹൃദയത്തെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നതാണ് അവിശ്വസ്തത. അവിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് തകിടം മറിക്കുന്നുവെന്ന ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. എന്നാൽ തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് സൂക്ഷിക്കുന്നു. അവിശ്വസ്തരുടെ പാദങ്ങളെ തകിടം മറിക്കുന്നു. അവർക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല, അവർക്ക് ജീവിതത്തിൽ വളരാൻ പറ്റത്തില്ല, ഉയരാൻ പറ്റത്തില്ല. വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് പ്രിയപ്പെട്ടവർ. ഇതിനുശേഷം തൈലക്കൊമ്പിൽ തൈലമൊക്കെ ഒഴിച്ച് ബത്ലഹേമിലേക്ക് സാമുവേൽ പുറപ്പെടുകയാണ്. 4-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. 1 സാമുവേൽ 16:4 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമാണോ? ശ്രേഷ്ഠന്മാരൊക്കെ ഭയപ്പെടുകയാണ് പ്രവാചകനെ കണ്ടു കഴിഞ്ഞപ്പോൾ. സാമുവേൽ പറഞ്ഞു, കർത്താവ് എന്നെ ബലിയർപ്പണത്തിനായിട്ട് ഇവിടെ അയച്ചിരിക്കുകയാണ്. ഞാൻ ബലിയർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ആ ബലിയർപ്പണത്തിന് പ്രവാചകനായ സാമുവേൽ പ്രത്യേകമായി ജസ്സയെയും അവന്റെ മക്കളെയും ക്ഷണിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ബലിയർപ്പണത്തിന് ജസ്സയെയും അവന്റെ മക്കളെയും സാമുവേൽ ക്ഷണിക്കുകയാണ്. 5-ാം വചനത്തിൽ കാണാൻ പറ്റും. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? 5-ാമത്തെ വചനം. അതെ, അവൻ പറഞ്ഞു, ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ. 6-ാം വചനം. അനന്തരം അവൻ ജസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അങ്ങനെ ജസ്സ തൻ്റെ മക്കളെ എല്ലാം ബലിയർപ്പണത്തിന് കൊണ്ടുവരികയാണ്. ദാവീദിനെ മാത്രം, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദാവീദിനെ മാത്രം ബലിയർപ്പണത്തിന് കൊണ്ടുവരാതെ മറ്റ് തൻ്റെ 7 ആൺമക്കളെയും അപ്പനായ ജസ്സെ ബലിയർപ്പണത്തിന് കൊണ്ടുവരികയാണ്. ദാവീദിനെ ആടുകളെ മേയ്ക്കാൻ കാട്ടിലേക്ക് അയക്കുകയാണ്. ദാവീദിന് ലഭിക്കേണ്ട അവസരത്തെ ബോധപൂർവം അല്ലെങ്കിൽ പോലും അപ്പനും ഈ 7 സഹോദരന്മാരും ചേർന്ന് മുടക്കുകയാണ്, അവസരത്തെ നിഷേധിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇവിടെ നമുക്കുള്ള ദൂത് കിടപ്പുണ്ട്. ആരൊക്കെ അവസരങ്ങൾ നിഷേധിച്ചാലും നീ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലാണോ? നിന്റെ ജീവിതം കർത്താവിന്റെ വിശ്വസ്തതയിലാണോ? നിന്റെ ആശ്രയത്വം ദൈവമായ കർത്താവിലാണോ? നിന്റെ അവസരത്തെ ആരൊക്കെ നഷ്ടപ്പെടുത്തിയാലും, ആരൊക്കെ ഇല്ലാതാക്കാൻ നോക്കിയാലും ദൈവം നിനക്ക് വേണ്ട അവസരങ്ങൾ നൽകും. ദൈവം നിന്നെ മാനിച്ചുയർത്തും. ഒരു സംശയവും നമുക്ക് ഇതിൽ ആർക്കും വേണ്ട. ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. നമ്മുടെ ജീവിത അനുഭവങ്ങളോട് നമുക്ക് അത് പങ്കുവെക്കാനായിട്ട് കഴിയും. ഇവിടെ മൂത്ത മകൻ അഭിനാദാബ് വന്ന് ബലിയർപ്പണമൊക്കെ കഴിഞ്ഞു. മൂത്ത മകന്റെ പേരാണ് 7-ാം വചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. 6-7 വചനങ്ങൾ. ഇവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ഏലിയാബാണ്. അഭിനാദാബ് അല്ല, ഏലിയാബ്. സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ച് കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. ഏലിയാബ് എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല തടിമിടുക്കുള്ളവൻ, ഭയങ്കരമായ ആകാര വടിവ്. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവ് ഉയരമോ നോക്കേണ്ട, അവന് ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായ വചനമാണിത്. നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്ന വചനം അത്. കർത്താവിന്റെ തെരഞ്ഞെടുപ്പില്, കർത്താവിന്റെ നിയോഗത്തില് നമ്മുടെ ആകാര വടിവോ, നമ്മുടെ പൊക്കമോ, നമ്മുടെ വണ്ണമോ, നമ്മുടെ നിറമോ,
നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ കുലമഹിമയോ ഒന്നും കർത്താവ് നോക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതല്ല കർത്താവിന് മുമ്പിലെ ക്വാളിഫിക്കേഷൻ. കർത്താവിനെ സ്നേഹിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടോ? കർത്താവിനെ അനുസരിക്കുവാൻ നിനക്കൊരു ഹൃദയമുണ്ടോ? കർത്താവിനോട് വിശ്വാസം പുലർത്തുവാനുള്ള സമർപ്പണ ബോധം നിനക്കുണ്ടോ? ഇതാണ് ദൈവം നോക്കുന്നത്, ഇതാ ദൈവം ശ്രദ്ധിക്കുന്നത്. ഏലിയാബിനെ പോലെ ആ നാട്ടിൽ ഇത്ര തലയെടുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ റിജക്റ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞാൻ കാണുന്നത്. കർത്താവിന്റെ വാല്യൂ സിസ്റ്റം ഡിഫറന്റാ പ്രിയപ്പെട്ടവരെ. രണ്ടാമൻ വന്നു അഭിനാദാബ്. സാമുവേൽ ചിന്തിച്ചു ഇവൻ തന്നെയായിരിക്കും. കർത്താവ് പറഞ്ഞു തുടരുത്, അവനുമല്ല. മൂന്നാമൻ ഷമ്മ വന്നു. കർത്താവ് പറഞ്ഞു ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ 7 നല്ല തലയെടുപ്പുള്ള 7 ആൺമക്കള് ജസ്സയുടെ വന്നു. കർത്താവ് പറഞ്ഞു ഇവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. വാക്യം 11 വരാം. എല്ലാവരും അതിനെ ശ്രദ്ധിക്കണം. ഇത് നമുക്കുള്ള ദൂത, നമുക്കുള്ള ആലോചന. എന്തിനാ സഹോദര സഹോദരി നീ പ്രയാസപ്പെട്ടിരിക്കുന്നത്? എൻ്റെ അവസരം മുടക്കിക്കളഞ്ഞല്ലോ, എൻ്റെ അവസരം നിഷേധിച്ച് കളഞ്ഞല്ലോ, എൻ്റെ സാധ്യത ചവിട്ടിക്കളഞ്ഞല്ലോ. എൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, എൻ്റെ തൊഴിൽ മേഖലകളിൽ, വരുമാന മാർഗങ്ങളിൽ എൻ്റെ അവസരം ആ വ്യക്തി നിഷേധിച്ചല്ലോ. ഇനി പറയരുത് ദൈവമക്കളെ. ആരൊക്കെ നിഷേധിച്ചാലും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം മാനിച്ചുയർത്തും. ദാവീദിന്റെ ജീവിതം നമുക്ക് കാണാം. അപ്പനും 7 സഹോദരന്മാരും കൂടി അത് നിഷേധിച്ചതാ. അവന്റെ അവസരം ഇല്ലാതാക്കി കളഞ്ഞതാ. പക്ഷെ ദൈവം പ്രവർത്തിക്കണ കണ്ടോ? ദൈവം ഇടപെടുന്നത് കണ്ടോ? തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ഇടപെടുന്നത് കണ്ടോ? ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ ദൈവം നമ്മെ പരിപാലിക്കുന്നു. ഈ ദൈവം നമ്മളെ മാനിച്ചുയർത്തുവാൻ ഇന്നും ശക്തനാണ്. 11-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്. കണ്ടു, ശരിക്കും ഈ ഇളയ മോനെ കൊണ്ടുവരേണ്ടതല്ലേ? അപ്പന്റെ പൊന്നാര മോനല്ല അവൻ. മറ്റ് 7 ചേട്ടന്മാരുടെ കുഞ്ഞനുജനല്ലേ? അവൻ ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. ഇവരല്ലേ പോണ്ടത്? കണ്ടു, അപ്പനും സഹോദരന്മാരും ചേർന്ന് അവൻ ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. സാമുവേൽ ചോദിച്ചു. അപ്പൊ ജസ്സ പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, ഇളയ മകനാണ്. നമുക്ക് ആ വചനം വായിക്കാം. അവൻ എവിടെയാന്ന് പറഞ്ഞേ? അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു ഉടനെ അവൻ ആളയച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളെന്നും പറഞ്ഞു. ജെസ്സ അവൻ ആളയച്ചു വരുത്തി. ഹല്ലേലൂയ. ഇവിടെ നമുക്കുള്ള ദൂത് എന്താണ്? ഇവിടെ നമുക്കുള്ള ആലോചന എന്താണ്? ആരാണ് അവന്റെ അവസരത്തെ മുടക്കിക്കളഞ്ഞത്? ആരാണോ ദാവീദിന്റെ അവസരത്തെ നിഷേധിച്ചത്? അവരെ കൊണ്ട് തന്നെ ദൈവമായ കർത്താവ് ദാവീദിനെ വിളിച്ചു വരുത്തുകയാണ്. പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവം കാണാൻ പറ്റും. താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുമ്പോൾ 2 പേരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ ഫറവോയുടെ പാനപാത്രവാഹകൻ ജോസഫ് പറഞ്ഞിരുന്നു, നിനക്ക് നല്ല കാലം വരുമ്പോൾ നിന്നെ ഓർക്കണമെന്ന്. ചിലർക്കൂടെ നല്ല കാലം വന്നു കഴിഞ്ഞാൽ വന്ന വഴിയൊക്കെ മറന്നുപോകും. പാനപാത്രവാഹകൻ അതുപോലെയായിരുന്നു. അവൻ വന്ന വഴിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി. എന്നാൽ ദൈവം ജീവിക്കുന്നവനാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവല്ലേ നമ്മുടെ ജീവിതങ്ങളെ ഫലമുള്ളതാക്കുന്നത്, പ്രത്യാശയുള്ളതാക്കുന്നത്, ആനന്ദമുള്ളതാക്കുന്നത്. ജീസസ് ജീസസ് ജീസസ്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിഞ്ഞു? ജോസഫിനെ ഓർക്കുവാൻ പാനപാത്രവാഹകന്റെ ഹൃദയത്തെ കർത്താവ് ഉണർത്തി. ആ സമയത്താണ് ഫറവോ 2 സ്വപ്നങ്ങൾ കാണുന്നത്. വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഈ സമയത്ത് ചെയ്യാത്ത കുറ്റത്തിന് ആരാണ് ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചത്? അവരെ കൊണ്ട് തന്നെ ആ കാരാഗ്രഹത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ട ദാസനെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഇതുപോലത്തെ ചില പരിപാടികൾ കർത്താവിന്റെ കൈകളിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ കർത്താവ് ആരാ പ്രിയപ്പെട്ടവരെ? ആലോചനയിൽ വലിയവനും പ്രവർത്തികളിൽ ബലവാനുമാണ് നമ്മുടെ കർത്താവ്.
ഇവിടെ വചനം പറയുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം 14 വചനം. എന്താ പറയുന്നത്? ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്. 41:14. അപ്പോൾ ഫറവ ജോസഫിനെ ആളയച്ചു വരുത്തി അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആരാണ് ഇരുട്ടറയിൽ ഇട്ടത്? ചീത്ത വിളിച്ച് തെറി വിളിച്ച് ഇട്ടവരെ കൊണ്ട് തന്നെ ദൈവം കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരിക. നമ്മളെ ചവിട്ടിയവരെ കൊണ്ട് തന്നെ നമ്മെ തലോടുവാൻ കർത്താവ് അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ മാറ്റി നിർത്തിയവരെ കൊണ്ട് തന്നെ കർത്താവ് നമ്മെ കൂടുതലായിട്ട് കർത്താവ് നമ്മൾ ഉപയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാണ്. നമ്മൾ ആരാണോ മാറ്റി നിർത്തിയത് അവരെ കൊണ്ട് തന്നെ കർത്താവ് നമ്മളെ വിളിപ്പിച്ച് അവിടെ മുൻപിൽ വെച്ച് ദൈവം നമ്മളെ മാനിച്ചുയർത്തി എത്ര അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക പലരുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് വരിക, തുളുമ്പി വരിക, ചില കാര്യങ്ങൾ പറയാൻ, ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ. എനിക്കത് എൻ്റെ ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇരുട്ടറയിൽ നിന്ന് കൊണ്ടുവന്നു. അവരെന്താ ചെയ്തത്? അവന്റെ മുടി വെട്ടുകയാണ്. നീണ്ടുകിടക്കുന്ന മുടിയും താടിയെല്ലാം ക്ഷൗരം ചെയ്യിപ്പിച്ച് നല്ല വിശിഷ്ടമായ വസ്ത്രം ധരിപ്പിച്ച് നല്ല ഒന്നാന്തരം നല്ലൊരു ചെറുപ്പക്കാരനായി ഫറവയുടെ മുൻപിൽ കൊണ്ട് നിർത്തുകയാണ്. ഈ ജോസഫിനെ പിന്നെ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി ദൈവം ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 84 സങ്കീർത്തനം 11 വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്. പ്രത്യേകിച്ച് ശക്കേന ടെലിവിഷനുമായി ഈ മാധ്യമ ശുശ്രൂഷയായി മുന്നോട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ആശങ്കകളും ആകുലതകളും ചില ആനുകാലിക വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില പീഡകളും ചില സ്ട്രെസ്സുകളും ഇതൊക്കെ കടന്നു പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും മനസ്സ് വേദനിക്കാറുണ്ട്, നൊമ്പരപ്പെടാറുണ്ട്. എന്നാൽ ഈ വചനത്തിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്, പലപ്പോഴും എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യാശ നൽകിയിട്ടുണ്ട്. 84 സങ്കീർത്തനം 11 വചനമാണ്. നിങ്ങളത് കൃപയായി സ്വീകരിക്കണം. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം പരമാർത്ഥതയോടെ ജീവിക്കുന്നവോ, ആരെല്ലാം വിശ്വസ്തയോടെ ജീവിക്കുന്നവോ അവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കില്ല. അവർക്ക് ലഭ്യമാകേണ്ട നന്മകളെ മുടക്കാൻ ഒരു വ്യക്തിക്ക്, ഒരു ശക്തിക്ക്, ഒരു തിന്മയ്ക്ക് സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചില വ്യക്തികൾ കൃപ മുടക്കികളായിട്ടുള്ളവരെ, കുടുംബം മുടക്കികളായിട്ടുള്ളവരെ, തൊഴിൽ മുടക്കികളായിട്ടുള്ളവരെ, വചന മുടക്കികളായിട്ടുള്ളവരെ, ഇങ്ങനെ പലർക്കും കിട്ടേണ്ട നന്മകൾ മുടക്കുന്ന കുറെ മനുഷ്യർ, നെഗറ്റിവിറ്റി ഉള്ളവരെ. അവരെപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തവർ, അസൂയാലുക്കൾ, അഹങ്കാരികൾ, സ്വാർത്ഥര്, തൻപോരിമയുള്ളവരെ, സ്വയം ഭാവമുള്ളവരെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ അറിയിക്കുകയാണ്. ആരെല്ലാം പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്നവോ അവർക്ക് ഒരു നന്മയും, എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഒരു നന്മയും, ഒരു നന്മയും. പോരാപ്പോ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, ഒരു നന്മയും, ഒരു നന്മയും. ഒന്നും കൂടി അങ്ങ് പറഞ്ഞേ, ഒരു നന്മയും, ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല, കർത്താവ് മുടക്കുകയില്ല. നമ്മൾ പാടുന്നില്ലേ ആ വരികള്? ഏതാണ് ആ വരികള്? നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. കർത്താവിന്റെ വഴിയിൽ, കർത്താവിന്റെ വിശുദ്ധിയിൽ, കർത്താവിന്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവർക്കൊരു നന്മയും കർത്താവ് മുടക്കില്ല. അതുകൊണ്ട് വെറുതെ അവര് മുടക്കി, ഇവര് മുടക്കി, അവരാണ് കാരണം, ഇവരാണ് കാരണം എന്ന് പറഞ്ഞ് അപ്പനാണ്, അമ്മയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, സഹോദരനാണ്, സഹോദരിയാണ്, എന്നെ ചതിച്ചവനാണ്, എന്നെ ചതിച്ചവളാണ്, എന്നെ ദുരുപയോഗിച്ചവനാണ്, എന്നെ നശിപ്പിച്ചവളാണ്, എൻ്റെ അധികാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടരുത് ദൈവമക്കളെ. ഒരു നന്മയും കർത്താവ് നിഷേധിക്കില്ല. ഞാൻ അവസാന ഭാഗത്തോട്ട് വരികയാണ്. ഈ വചനം ലിറ്ററലി കൃപയായി മാറിയ വ്യക്തിയായിരുന്നു ദാവീദ്.
അവന്റെ അവസരം മുടക്കി. എന്നാൽ എന്ത് സംഭവിച്ചു? 1 സാമുവേൽ 16:12 നമുക്ക് വരാം. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? 16:12. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവൻ അഭിഷേകം ചെയ്യുക. തെരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഞാൻ ആ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മ ഉണർത്തിയൊരു കാര്യത, അവൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ആരാണ് അവനെ തിരസ്കരിച്ചത്? അവന്റെ അവസരത്തെ നിഷേധിച്ചത്, അവന്റെ അവസരത്തെ ഇല്ലാതാക്കിയത്? അവരുടെ മുൻപിൽ വെച്ച് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ദൈവമായ കർത്താവ് ദാവീദിനെ അഭിഷേകം ചെയ്യാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനല്ലേ? നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കാൻ മതിയായവനല്ലേ? നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? അതുകൊണ്ട് ദാവീദ് ഇപ്രകാരം പാടിയത് 23-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വചനത്തിൽ ദാവീദ് പാടിയില്ലേ? എന്താ പറഞ്ഞത്? എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് ദൈവം വിരുന്നൊരുക്കുന്നു. ഈ സഹോദരന്മാർ ശത്രുക്കളായിരുന്നില്ല, എന്നാൽ അതുപോലും ദൈവത്തിന് പറ്റും. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ ദൈവം എനിക്ക് വിരുന്നൊരുക്കുന്നു. സാമുവേലിന്റെ 1-ാം പുസ്തകം 2:30 പറയുന്നുണ്ട്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും. ദാവീദ് എന്ന ടീനേജർ, ഒരു 17-18 വയസ്സ് പ്രായം കാണി ഈ ഡേവിഡിനെ, അവൻ ദൈവത്തെ മാനിച്ചപ്പോൾ, അവൻ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ, അവൻ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ, ഏത് സാഹചര്യത്തിലും ദൈവമാകുന്ന സാധ്യതയെ മാത്രം മുറുകെ പിടിച്ചപ്പോൾ, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ജീവിച്ചപ്പോൾ, ഇസ്രായേൽ മുഴുവന്റെയും ദാവീദിനേക്കാൾ തടിമിടുക്കുള്ള, പ്രാപ്തിയുള്ള, ആകാര വടിവുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അന്ന് യൂദയായിലുണ്ടായിരുന്നു, ബെത്ലഹേമിലുണ്ടായിരുന്നു. ദൈവം അവരാരെയും ചൂസ് ചെയ്തില്ല, ദാവീദിനെ തെരഞ്ഞെടുത്തു. എന്താ കാരണം? ഇതാണ് അവന്റെ ക്വാളിറ്റി. അവൻ ദൈവത്തെ സ്നേഹിച്ച ദൈവ പൈതലായിരുന്നു, ദൈവത്തിന് വിശ്വസതയിൽ ജീവിച്ച ദൈവ പൈതലായിരുന്നു, ദൈവത്തെ എപ്പോഴും ആശ്രയിച്ച നല്ല 1-ാം തരം ഒരു ദൈവ പൈതലായിരുന്നു. തന്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് ദൈവം അവന് മാനിച്ചുയർത്തുക. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആ ബോധ്യത്തോടൊന്ന് പറഞ്ഞേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ആർക്കും പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല, ആർക്കും ഇളക്കി മാറ്റാൻ പറ്റത്തില്ല. അത് ദൈവം തന്നെ വിചാരിക്കണം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. എല്ലാവരും ഒരുമിച്ച് അറിയാവുന്നവരൊക്കെ ചേർന്ന് പാടുക. ഒന്ന് ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ബലത്തോടെ നിൽക്ക്. ദൈവമെല്ലാം തന്നതല്ലേ. ദാവീദിനെ തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ദൈവം മാനിച്ചുയർത്തുകയാണ്. 13-ാമത്തെ വചനം, നമുക്ക് ആ വചനത്തിലൂടെ ഈ സെഷൻ കർത്താവിന് സമർപ്പിക്കാം. 1 സാമുവേൽ 16:13 എന്താ നമ്മൾ കാണുന്നത്? സാമുവേൽ എന്തു ചെയ്തു? സാമുവേൽ ആ കുഴലിലെ തൈലമെടുത്ത് അവൻ അഭിഷേകം ചെയ്യാം. അന്നു മുതൽ ആ 12 അവസാന ഭാഗത്തോട്ട് വന്ന് 12 അവസാന ഭാഗത്തോട്ട് 16:12 അവസാന ഭാഗത്തോട്ട് വരാം. സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു, രാജാവാക്കി അഭിഷേകം ചെയ്തു. വാക്യം 13. ഇനി 13 ശ്രദ്ധിക്കാം. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമയിലേക്ക് പോയി. ഇപ്പോൾ ഇടയ ചെറുക്കൻ ആരായി? ഇസ്രായേലിന്റെ രാജാവായി. ഒരു വ്യക്തിക്കും നമുക്ക് നമ്മുടെ അവസരത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. അതൊക്കെ താൽക്കാലികമായി എന്തെങ്കിലും ഗുഡായ്പകൾ കാണിച്ച്, എന്തെങ്കിലുമൊക്കെ നമ്മളെ വട്ടം തിരിച്ച് നമ്മളെ ഒന്ന് ചുറ്റിക്കാനും നമ്മളെ ഒന്ന് കഷ്ടപ്പെടുത്താനൊക്കെ
ചിലപ്പോൾ ചിലർക്കെങ്കിലൊക്കെ കുറച്ച് സമയത്തേക്ക് സാധിച്ചു എന്ന് വരും. അതൊന്നും ശാശ്വതമല്ല ദൈവമക്കളെ, അതൊന്നും ശാശ്വതമല്ല. നിന്റെ ആശ്രയത്വം കർത്താവിലാണെങ്കിൽ, നിന്റെ ജീവിതം കർത്താവിന്റെ വിശ്വസ്തതയിലാണെങ്കിൽ, നീ കർത്താവിനെ മാനിക്കുന്ന അവിടുത്തെ ഒരു പൈതലാണെങ്കിൽ, നിനക്ക് ലഭിക്കേണ്ട അവസരങ്ങളെ, നിനക്ക് ലഭ്യമാകുന്ന നന്മകളെ, നിനക്ക് ലഭ്യമാകുന്ന സാധ്യതകളെ, അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താനോ മുടക്കിക്കളയാനോ ഇല്ലാതാക്കാനോ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും സാധ്യമല്ല എന്നുള്ള വെളിപാട് ഈ സമയം നമ്മുടെ എല്ലാ ഉള്ളങ്ങളിൽ പ്രകാശിക്കട്ടെ എന്ന് യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിരാശ വേണ്ട ദൈവമക്കളെ, പരിഭവങ്ങൾ വേണ്ട, പിറുപിറുപ്പുകൾ വേണ്ട, കുറ്റപ്പെടുത്തലുകൾ വേണ്ട, ന്യായീകരണങ്ങൾ വേണ്ട. നമ്മൾ അവരെ ഇവരെ നോക്കി നമ്മുടെ ജന്മം പാഴാക്കി കളയരുത്. നമ്മുടെ കണ്ണുകൾ കർത്താവിൽ ഉറപ്പിക്കുക. അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി, അവർക്കൊരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല. ഈ തിരുവചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അവസരങ്ങൾ നൽകുന്ന നമ്മുടെ കർത്താവിനെ, നമുക്ക് മാന്യത തരുന്നവനെ, നമ്മൾ ഉയർത്തുന്ന നമ്മുടെ കർത്താവിനെ, നമ്മളെ വളർത്തുന്ന നമ്മുടെ ദൈവത്തെ, നമുക്ക് അഭിവൃദ്ധി തരുന്നവനെ, നമ്മുടെ വിശ്വസ്തതയും സത്യസന്ധതയും ലോകത്തിന് വെളിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിനെ ഹൃദയം തുറന്ന് മനം തുറന്ന് ഒരു മനസ്സോടെ സന്തോഷത്തോടെ കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൃപയ്ക്കായിട്ട് നന്ദി, സ്നേഹത്തിനായിട്ട് നന്ദി, കരുണയ്ക്കായിട്ട് നന്ദി, പകരുന്ന അഭിഷേകത്തിനായിട്ട് നന്ദി, സാന്നിധ്യത്തിനായിട്ട് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്ന സമയമാണ്. നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്നുള്ള വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. ആയിരക്കണക്കിന് മക്കള് ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുക. കർത്താവിന്റെ കൃപ കടന്നു വരുക. അഭിഷേക ശക്തി വെളിപ്പെടാൻ, ദൈവ സാന്നിധ്യം തീയായി കത്താൻ, പൈശാചിക കെട്ടുകൾ പൊട്ടാൻ, നാരകീയ ബന്ധങ്ങൾ അഴിയാൻ, ദൈവകൃപയുടെ ശക്തി വ്യാപരിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു, യേശുവേ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. കൃപയുടെ കരങ്ങള്, സൗഖ്യത്തിന്റെ കരങ്ങള്, അനുഗ്രഹത്തിന്റെ കരങ്ങള്, വചനത്തിന്റെ കരങ്ങള്, മഹത്വത്തിന്റെ കരങ്ങള് കർത്താവേ ഞങ്ങൾക്ക് നീട്ടി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിളിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കേ. സ്നേഹത്തോടെ വിളിക്കേ. യേശുവേ, യേശുവേ, യേശുവേ. കർത്താവേ, സൗഖ്യങ്ങൾ വെളിപ്പെടുത്തണമേ. സൈൻസ് ആൻഡ് വണ്ടേഴ്സ് നൽകണമേ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. മാനസാന്തരങ്ങൾ നൽകണമേ. അത്ഭുത രോഗശാന്തികൾ നൽകണമേ. തളർച്ചകൾ മാറട്ടെ, ട്യൂമറുകൾ മാറട്ടെ, ലിവർ മാറട്ടെ, ക്യാൻസറുകൾ മാറട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, ജോലിയുടെ തടസ്സങ്ങൾ മാറട്ടെ, വരുമാന മാർഗങ്ങളിലെ തടസ്സങ്ങൾ മാറട്ടെ. കർത്താവേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരിക. എല്ലാ മുഖങ്ങളെ പൊട്ടിക്കണമേ, എല്ലാ കെട്ടുകളെയും പൊട്ടിക്കണമേ. കുടുംബങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. കൂട്ടായ്മകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. രോഗികളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. എല്ലാ ആവശ്യങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ് കം, ഹോളി സ്പിരിറ്റ്. അത്ഭുതങ്ങൾ നൽകണമേ, അടയാളങ്ങൾ നൽകണമേ, സൗഖ്യങ്ങൾ നൽകണമേ, വിമോചനങ്ങൾ നൽകണമേ, കൃപാവരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. ഓരോ വ്യക്തിയെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന ആയിരങ്ങളെ ശക്തിയോടെ വരിക പരിശുദ്ധാത്മാവേ. സൗഖ്യമായി, അനുഗ്രഹമായി, കൃപയായി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുത സൗഖ്യം അനേകരെ കർത്താവ് സ്പർശിക്കുന്നു. പല കെട്ടുകളും കർത്താവ് അഴിക്കുന്നു, ബന്ധനങ്ങൾ മാറ്റുന്നു, തടസ്സങ്ങൾ മാറ്റുന്നു, പ്രതിബന്ധങ്ങൾ മാറ്റുന്നു. അനേകം കുടുംബങ്ങളെ കർത്താവ് ആശീർവദിക്കുന്നു.
വേദനിച്ചിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവ് തന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് വ്യക്തികളിലേക്ക് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മാരവ്യാധികളിൽ നിന്ന് കർത്താവെ അനേകരെ വിമോചിപ്പിച്ചതിനായി, അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും വിടുതലുകളും നൽകിയ സ്നേഹത്തിനായി നന്ദി കർത്താവെ. വചനത്തിന്റെ ബോധ്യങ്ങൾ തന്നതിനായി നന്ദി കർത്താവെ. മാനസാന്തരം തന്നതിനായി നന്ദി കർത്താവെ. ഹൃദയങ്ങൾ തുറന്നതിനായി നന്ദി കർത്താവെ. ഞങ്ങളുടെ സാന്നിധ്യത്തിന്റെ മുദ്രയാൽ ഞങ്ങളെ ഈ മണിക്കൂറുകളിൽ പ്രകാശിപ്പിച്ചതിനായി നന്ദി കർത്താവെ. താങ്ക് യു, താങ്ക് യു ജീസസ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.